+1 സീറ്റ് കിട്ടാത്തതിൽ മനംനൊന്ത് പരപ്പനങ്ങാടിയിലെ ഹാദി റുഷ്ദ എന്ന വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് സ്ഥാപനവൽകൃത കൊലപാതകമാണെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജംഷിൽ അബൂബക്കർ പറഞ്ഞു. മാറി മാറി ഭരിച്ച കേരളത്തിലെ ഇടതുവലത് സർക്കാരുകൾ മലപ്പുറത്തോടും മലബാറിനോടും തുടർന്നുപോന്നിട്ടുള്ള അവഗണനയുടെയും ഭീകരമായ വിവേചനത്തിന്റെയും ഇരയാണ് ഹാദി റുഷ്ദ. അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥിനിയുടേത് കേവല മരണമല്ല, മലബാറിന്റെ അവകാശ പോരാട്ടത്തിലെ രക്തസാക്ഷിത്വം കൂടിയാണ്. എന്നാൽ വിദ്യാർത്ഥിനിയുടെ മരണത്തെ കേവല ആത്മഹത്യയായും മാനസിക അസ്വാസ്ഥ്യം മൂലമാണെന്നും ചിത്രീകരിക്കാനുള്ള പ്രചരണങ്ങൾ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്നത് ദുരുദ്ദേശപരമാണ്. കുട്ടിയുടെ വീട്ടുകാരോടും സുഹൃത്തുക്കളോടും സംസാരിക്കുമ്പോൾ +1 രണ്ടാം അലോട്ട്മെന്റ് വന്നപ്പോൾ സീറ്റില്ലെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് കുട്ടിയുടെ മരണം എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ കുടുംബത്തിന്റെ സ്വകാര്യത പരിഗണിച്ചാണ് കുടുംബം മാധ്യമങ്ങൾക്ക് മുൻപിൽ വരാത്തത്. ഇതിനെ അവസരമായി ഉപയോഗപ്പെടുത്തിയാണ് വ്യാജ പ്രചരണങ്ങൾ ചിലർ നടത്തുന്നത്. പൊതുസമൂഹം യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സന്നദ്ധമാവണമെന്നും ജംഷീൽ അബൂബക്കർ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലപ്പുറത്തോടും മലബാറിനോടും കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുകയാണ് ഫ്രറ്റേണിറ്റി. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധം നടത്തും. വാർത്താസമ്മേളനത്തിൽ ഫ്രറ്റേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിത് താനൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് VTS ഉമ്മർ തങ്ങൾ, ജില്ലാ സെക്രട്ടറി ഫായിസ് എല്ലാങ്കോട്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റമീസ് ചാത്തല്ലൂർ എന്നിവർ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, മലപ്പുറം.